അപ്പോൾ നമ്മുടെ PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഒരു ഓൺലൈൻ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആൻസർ കീ നമുക്ക് നോക്കിയാൽ 23-ാം തീയതി നടത്തിയ ഒരു എക്സാം ആയിരുന്നു. അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്കതിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമ്പിൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആരാണ് നിലവിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് ജഗദീപ് ധൻകർ. അല്ലെ, ജഗദീപ് ധൻകർ ആണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാണ്? ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാണ്? ഓപ്ഷൻ സി ആണ് ശതവാഹനന്മാരാട്ടോ. ശതവാഹനന്മാരാണ്. ഇനി എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പതനം. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. വർഷം കൊടുത്തിട്ടുണ്ട് 1510, 1664, 1498, 1602. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓർത്തു വെച്ചോ. അപ്പോൾ നമുക്ക് പഠിക്കാം. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏതാ? 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602. ഇനി പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്ത വർഷം 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. അപ്പോൾ പഠിച്ചോ. അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യാം. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം ചോദിച്ചാൽ 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്ത വർഷം 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളിൽ ശരിയായ കാലഗണനാ ക്രമം എഴുതുക. അപ്പം നമുക്കിതിൻ്റെ വർഷം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ കഴിയും അല്ലേ. ഒന്നാമത്തെ എന്താ? കുറിച്യ കലാപം ഏതാ വർഷം? 1812 അല്ലെ. കുറിച്യ കലാപം ഏതാ വർഷം? 1812. വേലുത്തമ്പി കലാപം എന്ന് പറയുന്നത് 1809 കുണ്ട്ര വിളംബരമാണ്. ആറ്റിങ്ങൽ കലാപം 1721. പഴശ്ശി കലാപം 1793 മുതൽ ആരംഭിക്കുന്നുണ്ടല്ലോ അല്ലെ, 1805 വരെ. അങ്ങനെയാണല്ലോ. ഒന്നാം പഴശ്ശി കലാപവും രണ്ടാം പഴശ്ശി കലാപവും അടക്കം 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എന്ന് പറയും അല്ലേ. ഇതിൽ ആദ്യം വരേണ്ടത് ഏതാ? ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം വരേണ്ടത്. പിന്നെ ഏതാ വരേണ്ടത്? രണ്ടാമതായിട്ട് വരേണ്ടത് പഴശ്ശി കലാപം അല്ലെ, 1793 വരണം. പിന്നെ വരേണ്ടത് 1809 വേലുത്തമ്പി കലാപം. ഏറ്റവും അവസാനം കുറിച്യ കലാപം 1812. പിന്നെ വർഷം ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റീഓർഡർ ചെയ്താൽ മതി. കുറിച്യ കലാപം 1812, വേലുത്തമ്പി കലാപം 1809, ആറ്റിങ്ങൽ കലാപം 1721, പഴശ്ശി കലാപം 1793 മുതൽ 1805 വരെയാണ്. ഓർത്ത് നോക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല? നിസ്സഹകരണ സമരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ? ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആരാണ്? പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആരാ? ഓപ്ഷൻ എ ആണ് അഗസ്റ്റസ് സീസർ ആട്ടോ. അഗസ്റ്റസ് സീസർ ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറ്, പമ്പ, ഭവാനി, കബനി അല്ലേ. ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാറ്. അതിന് വിപരീതമായിട്ട് ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഏതാ?
പമ്പയാണ്. ഇനി നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് രുദ്രസാഗർ തടാകം ആട്ടോ. ഓപ്ഷൻ ബി രുദ്രസാഗർ തടാകമാണ്. ഇനി സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? ഫ്രാൻസ് ആട്ടോ. ഏതാ? ഫ്രാൻസ് ആണ്. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? ഫ്രാൻസ് ആണ്. ഇനി അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായിട്ട് മാറുന്ന പ്രക്രിയ ഏതാണ്? അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായിട്ട് മാറുന്ന പ്രക്രിയ ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ് ശിലാവൽക്കരണമാട്ടോ. ഏതാ? ഓപ്ഷൻ സി ശിലാവൽക്കരണമാണ്. ഇനി ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താ സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് ഏത് സംസ്ഥാനത്താ? ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശിലാട്ടോ. എവിടെയാ? മധ്യപ്രദേശിലാണ്. ഇനി സോനാമാർഗ് തുരങ്കം ഏത് ദേശീയ പാതയിലാ സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം ഏത് ദേശീയ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതിലാ? ഓപ്ഷൻ എ ആണ് NH1 സോനാമാർഗ് തുരങ്കം ഏതിലാ? ദേശീയപാത 1 അല്ലെങ്കിൽ NH1 ഇനി ചുവടെ നൽകിയിട്ടുള്ളതിൽ നിന്ന് 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ കേന്ദ്ര ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 2, 16 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. മൂന്നാമത്തത് 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇതിൽ ഏതൊക്കെയാണ് ബജറ്റുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം. 1, 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. ഇതിൽ PSC ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 3ഉം ശരി എന്നുള്ള രീതിയിലാണ് ആൻസർ കീ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷേ 12 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്ക് എന്തില്ല? റിബേറ്റ് ആനുകൂല്യം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ലക്ഷം എന്ന് പറയുന്നത് ശരിയാണ്. നോക്കാം നമുക്ക് ഫൈനൽ കീ വരുന്ന സമയത്ത് എന്താവുന്നുള്ളത്. റിബേറ്റ് ആനുകൂല്യം ലഭിക്കുന്നത് ഇൻകം ടാക്സിൽ 12 ലക്ഷം രൂപ വരെ കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് വന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം 4 ലക്ഷം അതിൽ ഉൾപ്പെടുന്നതാണല്ലോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പം പ്രൊഫഷണൽ എന്ത് കൊടുത്തത് ശരിയായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപയുടെ വരുമാനത്തിന് 5% നികുതി എന്നും കൊടുത്തിട്ടുണ്ട്. ഇതാണ് PSC ഇപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് ആൻസർ കീ ഒന്ന് ഇതാക്കുക. എഴുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അത് ചാലഞ്ചും ചെയ്യുക കേട്ടോ. ഇനി 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. 1, 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കിൽ സ്ഥാപിതമായത് 1975. ഇത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്താ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്താ? 1969 എന്ത് ചെയ്യുന്നത്? ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. 67 69. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് ഏതാ വർഷം? 1935. RRBകൾ സ്ഥാപിതമാകുന്നത് 1975. അപ്പം 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒന്നെന്താണ്? തെറ്റാണ്. അപ്പോൾ ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ 1969. ഇനി തന്നിരിക്കുന്നതിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ GST ലയിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണ്? വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഇതിൽ ഏതൊക്കെയാണ് GST ലയിച്ചിട്ടുള്ളത്? ഇതൊക്കെ എന്ത് തന്നെയാണ്? GST ലയിക്കപ്പെട്ട നികുതികളാണ്. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതിയൊക്കെ എന്താണ് നിലവിൽ GSTയിൽ ഇൻക്ലൂഡഡ് ആണ്. നൽകിയിരിക്കുന്നതിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അമർത്യ സെന്നുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 1995 നൊബേൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ.
ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട് പഠനത്തിന് പ്രാധാന്യം നൽകി. അപ്പോൾ 3 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അമർത്യാസെന്നുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ? ഒന്നാമത്തെ എന്താ? 1995 നൊബേൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസെൻ. ശരിയാണോ? തെറ്റാണ്. 1998 അമർത്യാസെന്നിന് എന്ത് ചെയ്യുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി. ശരിയാണ്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ അമർത്യാസെന്നിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1998 ഏതാ? 1998. ഇനി ഭാരതരത്നമാ ചോദിക്കുന്നെങ്കിൽ ഏതാ? തൊട്ടടുത്ത വർഷം 1999 ഓർത്തു വെച്ചോ. ഇനി ചുവടെ നൽകിയിരിക്കുന്നതിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. 2. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. 3. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇതിലേതൊക്കെയാണ് ധാതുക്കളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ് ഇത് 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. യുറേനിയം, തോറിയം എന്നിവ പ്രധാന ആണവ ധാതുക്കളാണ്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? യുറേനിയത്തിന്റെ നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് എന്തുണ്ട്? തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. 1. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 3 പ്രസ്താവനയുണ്ട്. ഇതിലേതൊക്കെയാണ് നെല്ലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ? ഇന്ത്യയിലെ ഒരു മുഖ്യ ഭക്ഷ്യവിള തന്നെയാണ് ഏത്? നെല്ലെന്ന് പറയുന്നത്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് ഏത്? നെല്ല്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. 2. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. 3. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. അപ്പൊ ഇതിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. അതെന്താണ്? തെറ്റാണ്. അത് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് അമെൻമെന്റിന്റെ കാര്യത്തിൽ പറഞ്ഞത് ബേസിക് സ്ട്രക്ചറിൽ, അതായത് പാർലമെന്റിനാണല്ലോ നമ്മുടെ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്. ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരാൻ പാടില്ല എന്ന് വിധിച്ചത് കേസ് ഏതാന്ന് ചോദിച്ചാൽ അത് കേശവാനന്ദ ഭാരതി കേസായിരുന്നു കേട്ടോ. 2. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്ത കേസ് ചോദിച്ചാൽ ഏതാ? കേശവാനന്ദ ഭാരതി കേസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. അപ്പോൾ 3 പ്രസ്താവന BCD ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യയിൽ ആരാണ് സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാ? ഓപ്ഷൻ സി ആണ്, അതിർത്തി നിർണയ കമ്മീഷൻ ആട്ടോ. അതിർത്തി നിർണയ കമ്മീഷനാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്?
ഒന്ന്, മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്താനുള്ള അധികാരം പാർലമെന്റിനില്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു. രണ്ടാമത്തത്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഇതിൽ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന്, മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്താനുള്ള അധികാരം പാർലമെന്റില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ വാദിച്ചു. ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ ഭേദഗതി 42ാം ഭേദഗതി ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 കാര്യങ്ങൾ എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 42ാം ഭേദഗതിയിലൂടെ തന്നെയാണ്. അത് ശരിയാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ഇത് ശരിയാണോ? ഇത് തെറ്റാട്ടോ. ഇത് തെറ്റാണ്. എന്താ തെറ്റ്? എന്താ പറയാ, ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും ആണ് എന്ത് ചെയ്തത്? 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയിട്ട് ഉയർത്തി കേട്ടോ. ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധിയാണ് എന്ത് ചെയ്തത്? 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയത്. രാജ്യസഭയല്ല, ലോക്സഭയുടെയും അതേപോലെ സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധിയാണ് 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയിട്ട് ഉയർത്തിയത്. അപ്പൊ അത് തെറ്റാണ്. പിന്നെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടാണ് എന്ത് ചെയ്തത്? 42ാം ഭേദഗതി കേന്ദ്ര സർക്കാർ നടത്തിയത്. അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? ബിയും ഡിയുമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകള്. ഏത് വർഷമായിരുന്നു 42ാം ഭേദഗതി? 1977 76 ആ സമയത്ത് പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ആണെങ്കിൽ ആരാ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ഈ 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാ? ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റ് സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 243 ഡി ആണ്. ആർട്ടിക്കിൾ 243 ഡി ആണ്. ഇനി താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കൺകറന്റ് വിഷയങ്ങളിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ എന്താ? മൃഗസംരക്ഷണം. മൃഗസംരക്ഷണം ഏതാ? മൃഗസംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. മായം ചേർക്കൽ ഏതാ? മായം ചേർക്കൽ ഏതാ? കൺകറന്റ് ലിസ്റ്റ്. ഇത് കൺകറന്റ് ആണ്. ഇനി വിദേശ വ്യാപാരം വന്നാൽ ഏതാ? യൂണിയൻ ലിസ്റ്റില്. വിദേശ വ്യാപാരമാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ് ആണ്. ലോട്ടറി എവിടെയാ? ലോട്ടറിയും എവിടെ തന്നെയാ? യൂണിയൻ ലിസ്റ്റ് ആട്ടോ. ലോട്ടറി ചോദിക്കുകയാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ് ആണ്. തൊഴിൽ സംഘടനകൾ ചോദിക്കുകയാണെങ്കിൽ എവിടെയാ? യൂണിയൻ ലിസ്റ്റ് കേട്ടോ. ട്രേഡ് യൂണിയനുകൾ എവിടെയാ? കൺകറന്റ് ലിസ്റ്റ് ആണ്. പൊതുജന ആരോഗ്യം എവിടെയാ? സ്റ്റേറ്റ് ലിസ്റ്റ്. പൊതുജന ആരോഗ്യമാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. വിവാഹവും വിവാഹമോചനവുമാണെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റ് ആട്ടോ. കൺകറന്റ് ലിസ്റ്റ് ആണ്. തൊഴിൽ സംഘടനകൾ കൺകറന്റ് ലിസ്റ്റ് ആണ്. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ ഇതില് ഏതൊക്കെയാ കൺകറന്റ് ലിസ്റ്റ് ഉള്ളത്? മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റ്, തൊഴിൽ സംഘടനകൾ കൺകറന്റ് ലിസ്റ്റ്, വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റ്. മൃഗസംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. വിദേശ വ്യാപാരം യൂണിയൻ ലിസ്റ്റ്, ലോട്ടറി യൂണിയൻ ലിസ്റ്റ്, പിന്നെ പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായത് തെരഞ്ഞെടുക്കുക. ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം, ജുഡീഷ്യൽ റിവ്യൂ. പിന്നെ അവശിഷ്ട അധികാരങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇത് ഏതൊക്കെ രാജ്യത്തു നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത് എന്നാണ് ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ എന്താ പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ. എവിടുന്ന? ജുഡീഷ്യൽ റിവ്യൂ അമേരിക്ക. അവശിഷ്ട അധികാരം എവിടുന്ന? കാനഡ. അവശിഷ്ട അധികാരങ്ങൾ കാനഡയാണ്.
പിന്നെന്താ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവൻ എവിടുന്ന അയർലാൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എവിടുന്ന ഓസ്ട്രേലിയ. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം എവിടുന്ന കടമെടുത്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ കാനഡ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവൻ അയർലാൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. ഇനി പ്രധാനപ്പെട്ട കമ്മീഷനുകളും അതിന്റെ പ്രാധാന്യവും ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, ഷാ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഇതിൽ ഇപ്പുറത്ത് ഏതൊക്കെയുള്ള അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. രണ്ടാം പിന്നോക്ക കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക. അപ്പോൾ ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ളത്? ഒന്നെന്താ മണ്ഡൽ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രണ്ടാമത്തെ പിന്നാക്ക കമ്മീഷൻ ആയിരുന്നു മണ്ഡൽ കമ്മീഷൻ. പിന്നെ സർക്കാരിയ കമ്മീഷൻ ഏതായിരുന്നു? സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക എന്നുള്ളതായത് അല്ലെ. കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക എന്നുള്ളതിന് ഏത്? സർക്കാരിയ കമ്മീഷൻ. പിന്നെന്താ ഉള്ളത്? ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മീഷനായിരുന്നു ഷാ കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനാണ്. മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നോക്ക കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന കമ്മീഷൻ. ഷാ കമ്മീഷൻ ആണെങ്കിലോ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ഏതാ? വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിലെ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണ്? അതായത് ഒരാളുടെ അഭിപ്രായം ഇപ്പൊ പറഞ്ഞത് ഇന്ത്യൻ ഭരണകൂടം കേന്ദ്ര അധിഷ്ഠിതമാണ്, ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ ഇതൊക്കെ എന്താണ്? ഇതിന് തെളിവാണ്. എന്തിന് തെളിവാണ്? ഇന്ത്യൻ ഭരണഘടന ഒരു കേന്ദ്രാധിഷ്ഠിതമാണ് എന്നതിനൊരു തെളിവാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാ പറഞ്ഞത്? ഓപ്ഷൻ ബി ആണ്, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആട്ടോ. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറി ആയിട്ട് വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ഇത് ആരെ കുറിച്ചാ പറയുന്നത്? ജ്ഞാനേഷ് കുമാർ, വിവേക് ജോഷി, രാജീവ് കുമാർ, അനൂപ് ചന്ദ്ര പാണ്ഡെ. ആരെ കുറിച്ചാ പറയുന്നത്? ഓപ്ഷൻ എ ആണ്, ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാറിനെ കുറിച്ചാണ് പറയുന്നത്. ആരാ ജ്ഞാനേഷ് കുമാർ? നിലവിൽ ഇവിടെ ഒരു ഓപ്ഷൻ വായിച്ചു നോക്കിയേ. 2025 ഫെബ്രുവരി 19 മുതൽ സേവനകാലം ആരംഭിച്ചു. ഇദ്ദേഹത്തിന്റെ സേവനകാലം അവസാനിക്കുന്നത് എന്നാ? 2029 ജനുവരി 26 അപ്പൊ ആരാ ജ്ഞാനേഷ് കുമാർ? നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ആര്? ജ്ഞാനേഷ് കുമാർ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കുന്ന രീതി കണ്ടില്ലേ നിങ്ങൾ? 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറി ആയിട്ട് വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ആരാ? ജ്ഞാനേഷ് കുമാർ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. ഇനി സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് 3 പ്രസ്താവന. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. 3, സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരത്താണ്.
ഇനി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? എവിടെയാ? ഓപ്ഷൻ എ ആണ് ബോൾഗാട്ടി ആട്ടെ. എവിടെയാ? ബോൾഗാട്ടിയിലാണ്. ഇനി വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന്, 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. M കമലമായിരുന്നു ആദ്യത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? വനിതാ കമ്മീഷനുമായി അല്ലെ, 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് തന്നെയാണ് ഏത് വരുന്നത്? വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ശരിയാണ്. അധ്യക്ഷ അംഗങ്ങൾ എന്താണ്? സ്ത്രീകളായിരിക്കണം. ശരിയാണ്. M കമലമായിരുന്നു ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. തെറ്റാണ്. സുഗതകുമാരി ആയിരുന്നു. സ്ത്രീ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വാർത്താ പത്രികയാണ്. 3 പ്രസ്താവനകളാണ് ശരി. 1, 2, 4. 3 എന്താ തെറ്റ്? ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? അത് സുഗതകുമാരി ആയിരുന്നു. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതായത് നമ്മുടെ ക്ഷേമ പദ്ധതികളാണ്. മിഠായി, പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാനുള്ള പദ്ധതി. 2, വയോമിത്രം, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. സ്നേഹസാന്ത്വനം, മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. ഇതിലേതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് കണ്ടെത്താൻ വേണ്ടി? തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഏതാ തെറ്റായിട്ടുള്ള ജോഡി? ഒന്നാമത്തെ എന്താ? മിഠായി അല്ലെ. പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാനുള്ള പദ്ധതിയാണ് ഇത്. മിഠായി ശരിയാണ്. വയോമിത്രം, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ ശരിയാണ്. സ്നേഹസാന്ത്വനം എന്താ? എൻഡോസൾഫാൻ ബാധിതർക്കുള്ള പെൻഷനാണ് ഇത് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 2ഉം ഇതിൽ ശരിയായിട്ടുള്ളൂ. തെറ്റായ പ്രസ്താവന 3 മാത്രമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് ഓപ്ഷൻ ബി ആണ്, സീറം. ഓപ്ഷൻ ബി സീറം ആണ്. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ്? മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ചോദിച്ചാൽ ഏതാ? ട്രിപ്സിൻ ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, ട്രിപ്സിൻ ആണ്. ഇനി റൈബോഫ്ലോവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? റൈബോഫ്ലോവിൻ എന്നറിയപ്പെടുന്ന ജീവകം, റൈബോഫ്ലോവിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം ഏതാ? B2 അല്ലെ. B2 ആണ് ഇത് റൈബോഫ്ലോവിൻ. B3 ആണെങ്കിൽ ഏതാ? നിയാസിൻ ആണ്. ജീവകം ഡി ആണെങ്കിൽ ഏതാ? ജീവകം ഡി കാൽസിഫറോൾ അല്ലെ. കാൽസിഫറോൾ ആണ്. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? തന്നിരിക്കുന്ന രോഗങ്ങളിൽ പ്രോട്ടോസോവ വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രോട്ടോസോവ വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാ? മലം പനിയാട്ടോ. ഓപ്ഷൻ ഡി ആണ്, മലം പനിയാണ്. ഇനി 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? 2025 റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കാം. ഏതാ? ഉദ്വ തടാകം എവിടെയാ? ഓപ്ഷൻ സി ആണ്, ജാർഖണ്ഡിലാട്ടെ. എവിടെയാ? ജാർഖണ്ഡിലാണ്. ഇനി ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്കയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇബ്കയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? ഡൽഹി ആട്ടെ. എവിടെയാ? ഡൽഹിയാണ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ അതേ മോഡലിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇത് ഇബ്ക എന്ന് പറയുന്നത്. ഇബ്ക എന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം എവിടെയാ? ഡൽഹി ആണ്. ഇനി ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? ദ്രവ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി 19ാം ചോദ്യം, 60 ഡിഗ്രി കോണിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എന്തായിരിക്കും?
60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണെങ്കിൽ ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എത്രയായിരിക്കും? എത്രയാ? E/4 കേട്ടോ. ഓപ്ഷൻ ബി ആണ്, E/4 ആയിരിക്കും. ഇനി ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായിട്ടുള്ള പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വലിച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ കഴിയുന്നത്? ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റില് വലുതും ചെറുതുമായിട്ടുള്ള പിസ്റ്റലുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണെങ്കിൽ ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാവുന്നത്? എത്രയാ? ഓപ്ഷൻ എ ആണ് 10 കിലോഗ്രാം അല്ലെ. 10x10 അല്ലെ. 10x100 1000. 10:1 അല്ലെ. 10:1 അനുപാതത്തിലാണ് അല്ലെ. ഓക്കെ, അപ്പൊ 10 കിലോഗ്രാം ആണ്. ഇനി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരെന്താ? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്താ? ഗഗൻയാൻ അല്ലെ. ഓപ്ഷൻ സി ആണ്, ഗഗൻയാൻ ആണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന്റെ രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാ ചോദിച്ചു അല്ലെ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? 3 പ്രസ്താവനകളും ശരിയാണ്. പഠിച്ചു വെച്ചോ. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാർബൺ 12 അടിസ്ഥാനമാക്കിയിട്ടാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് ഏതിനാ? കാർബൺ 12 അതും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ജർമ്മൻ സിൽവർ, മിഷ് മെറ്റൽ, ചാൽക്കോജനുകൾ, ഹാലോജനുകൾ. ഇപ്പുറത്തുള്ളത് ഗ്രൂപ്പ് 16 മൂലകങ്ങൾ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. ഗ്രൂപ്പ് 17 മൂലകങ്ങൾ, ലാന്തനൈഡുകളുടെ സങ്കരം. അപ്പോ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒന്നാമത്തെ എന്താ? ജർമ്മൻ സിൽവർ എന്താ? കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരമാണ്. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരമാണ്. മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലാന്തനൈഡുകളുടെ സങ്കരമാണ്. മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാന്തനൈഡുകളുടെ സങ്കരമാണ്. ചാൽക്കോജനുകൾ എന്താ? ഗ്രൂപ്പ് 16 മൂലകങ്ങളാണ് ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത്. ഹാലോജനുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് 17 മൂലകങ്ങളാണ്. ചാൽക്കോജനുകൾ 16, ഹാലോജനുകൾ എത്രയാ? 17. ഇനി 44ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒരു ലായനിയുടെ ഹൈഡ്രജൻ അയോൺ ഗാഢത 100 മടങ്ങ് വർദ്ധിപ്പിക്കുമ്പോൾ pH മൂല്യം 1 യൂണിറ്റ് വർദ്ധിക്കുന്നു. രണ്ടാമത്തത്, pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 വരെ പരിധിയിൽ 0.05 കൃത്യതയുടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. മനുഷ്യരക്തം ദുർബലമായ ആസിഡ് സ്വഭാവം കാണിക്കുന്നു. ഇതില് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതാ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന? 1 മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. pH പേപ്പർ ഉപയോഗിച്ചിട്ട് 1 മുതൽ 14 വരെയുള്ള പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക നമ്പർ 118ആയ മൂലകത്തിന്റെ പ്രതീകം നോക്കുക എങ്ങനെയാന്നുള്ളത്. മൂന്നാമത്തത്, അറ്റോമിക നമ്പർ 118ആയ മൂലകത്തിന്റെ പേര് ഓർഗനസോൺ എന്നാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇപ്പോൾ ശരിയായ പ്രസ്താവന അല്ലേ. ഒന്നാമത്തെ എന്താ പറഞ്ഞാൽ? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ എത്ര ഉണ്ട്? 118 മൂലകങ്ങൾ ശരിയാണ്. അറ്റോമിക നമ്പർ 118ആയ മൂലകത്തിന്റെ പ്രതീകം ഇതിൽ ON എന്നാ കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. അറ്റോമിക നമ്പർ 118ആയ മൂലകത്തിന്റെ പേര് എന്ത് തന്നെയാ? ഓർഗനസോൺ എന്ന് തന്നെയാണ്. ഓർഗനസോണിന്റെ പ്രതീകം എന്ന് പറയുന്നത് OG ആട്ടെ. ഏതാ? OG ആണ്. ഓർഗനസോണിന്റെ പ്രതീകം ചോദിച്ചാൽ OG ആണ്. അപ്പൊ അതിൽ തെറ്റായതാ? രണ്ടാമത്തതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ 118 മൂലകങ്ങളാണ് നിലവിലുള്ളത്. 118ാമത്തിന്റെ പേരാണ് ഓർഗനസോൺ. അതിന്റെ പ്രതീകം ചോദിച്ചാൽ OG എന്നാണ്.
ഇനി 46-ാമത്തെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു. 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിൽ ഉപദേഷ്ടാവായിട്ടും പ്രവർത്തിച്ചു. കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യനാ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിൽ PSC തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന്, ഇത് തെറ്റാണ്. അതേപോലെ 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടർ ആയിരുന്നു എന്നുള്ളതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു ആര്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായിട്ടും പ്രവർത്തിച്ച ആളാണ് ആര്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഇനി MT വാസുദേവൻ നായരെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. MT വാസുദേവൻ നായരെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നെന്താ? മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങള്. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് MT വാസുദേവൻ നായരെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ഒന്നെന്താ? മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, യന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. ശരിയാണ്. 2, MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. ശരിയാണ്. 1992 ദേശീയ പുരസ്കാരം നേടിയ സിനിമ കടവ് സംവിധാനം ചെയ്തു. തെറ്റാണ്. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. A, B, D ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകള്. ഇനി 48-ാമത്തെ ചോദ്യം. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാ? ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്. റൺവേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. 2024 2020 ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലേതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ? അപ്പോൾ ഏതാ 2020 ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന? ഒന്നെന്താ? ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്. റഹ്മാനുള്ള ഗുർബാസ് ഏതിന്റെ താര? അഫ്ഗാനിസ്ഥാന്റെ താരമാണ്. അപ്പോൾ തെറ്റ്. 2, റൺവേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ. തെറ്റ്. എത്രാം സ്ഥാനത്ത്? 2-ാം സ്ഥാനത്ത്. ഏറ്റവും കൂടുതൽ റൺസ് റഹ്മാനുള്ള ഗുർബാസ്, 2-ാമതാര രോഹിത് ശർമ്മ. അപ്പോൾ അത് തെറ്റാണ്. 3-ാം സ്ഥാനത്തല്ല, 2-ാം സ്ഥാനത്ത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. തെറ്റാണ്. ഇന്ത്യയുടെ അർഷദീപ് സിംഗും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഒരു ഫറൂഖി എന്ന് പറയുന്ന കളിക്കാരനുണ്ട്. അവരായിരുന്നു 17 വിക്കറ്റ് നേടിയിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. ആരൊക്കെയാ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ചോദിച്ചാൽ അർഷദീപ് സിംഗ് ഉണ്ട്, അതുപോലെ ഫറൂഖി, അഫ്ഗാനിസ്ഥാന്റെ താരമായിട്ടുള്ള ഫറൂഖിയുമാണ്. അപ്പോൾ അതും തെറ്റാണ്. എയും ബിയും സിയും തെറ്റാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടായിരുന്നു? 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. A, B, C എന്നിവ തെറ്റാണ്. 49-ാമത്തെ ചോദ്യം. ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളക്കയാണ്. മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. ഇതിൽ ഏതൊക്കെയാണ് 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? 1, മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായിട്ടുള്ള ഋഷഭ് ഷെട്ടി. ശരിയാണ്. ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമ. ശരിയാണ്. മികച്ച പ്രാദേശിക സിനിമ, അതായത് മലയാളത്തിൽ ഏതായിരുന്നു മികച്ചത്? സൗദി വെള്ളിക്ക. അതും ശരിയാണ്. മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ. 4 പ്രസ്താവനകളും പഠിച്ചോ? ശരിയാണ്. ഇനി അവസാനത്തെ GK ക്വസ്റ്റ്യൻ ആണ്. 50 GK ക്വസ്റ്റ്യൻ ആണുള്ളത് കേട്ടോ ഇതിനകത്ത്. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനയിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായത്. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് ആയിരുന്നു. 2022 പറയുന്നത്.
രണ്ടാമത്തത് 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയ രാജ്യം ചൈന 3-ാം സ്ഥാനമാണ് നേടിയത്. ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? ഇവിടെ നോക്കേണ്ടത് 2022 വിന്റർ ആണ്, സമ്മർ അല്ല കേട്ടോ. സമ്മർ ഒളിമ്പിക്സ് അല്ല, വിന്റർ ഒളിമ്പിക്സ് ആണ്. വേദി എവിടെ തന്നെയായിരുന്നു? ചൈനയിലെ ബീജിംഗ് തന്നെയായിരുന്നു. ശരിയാണ്. 91 രാജ്യങ്ങൾ പങ്കെടുത്തു. ഒന്നാം സ്ഥാനത്തെത്തിയത് നോർവേ ആണ്. ആതിഥേയ രാജ്യം ചൈന 3 അല്ല 6-മതായിരുന്നു കേട്ടോ. 6-മതാണ് ചൈന ഫിനിഷ് ചെയ്തത് കേട്ടോ. ബാക്കിയൊക്കെ ശരിയാണ്. ഡി മാത്രമേ ഇതിൽ തെറ്റുള്ളൂ. അപ്പൊ 2022 വിന്റർ ഒളിമ്പിക്സ് എവിടെയാ? ചൈനയിലാണ് നടന്നത്. 91 രാജ്യങ്ങളാണ് കായികമേളയിൽ പങ്കെടുത്തത്. ഒന്നാം സ്ഥാനത്ത് നോർവേ ആയിരുന്നു. 6-ാം സ്ഥാനമായിരുന്നു ആര്? ചൈന എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ 50 GK കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? മാത്സ് നമ്മൾ നോക്കുന്നില്ല, ഇംഗ്ലീഷ് നോക്കാം, മലയാളം നോക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താ? ഐ ആം എ പോലീസ്മാൻ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആം വന്നാൽ എന്താകും? ആറിന്റ് ഐ ആവും അല്ലെ? ആറിന്റ് ഐ ആം എ പോലീസ്മാൻ, ആറിന്റ് ഐ. ഇനി ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ഏതാ? ഓപ്ഷൻ സി ആണ്, സ്റ്റോപ്പ്ഡ് കേട്ടോ. സ്റ്റോപ്പ്ഡ് ആണ്. ഇനി ഇഫ് യു സ്റ്റാർട്ട്, ഇഫ് ക്ലോസ് അല്ലേ? ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ദ ടൈം. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്, വിൽ കേട്ടോ. ഫസ്റ്റ് ഫോം, ഇഫ് ക്ലോസിന്റെ ഫസ്റ്റ് ഫോം അവിടെ വരേണ്ടത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. അതൊരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് ക്ലോസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ലെറ്റ്സ് നോട്ട് ഈൽഡ് ഡാഷ് ടെംപ്റ്റേഷൻ. ലെറ്റ്സ് നോട്ട് ഈൽഡ് ഡാഷ് ടെംപ്റ്റേഷൻ. എന്താ വരിക? ഓപ്ഷൻ സി ആണ്, 2 ആട്ടോ. 2 ആണ്, നോട്ട് ഈൽഡ് 2 ആണ്. ഇനി all the assignments should be submitted on time dash they will not be evaluated. All the assignments should be submitted on time dash they will not be evaluated. ഏതാ? ഓപ്ഷൻ ബി ആണ്, അതർവൈസ് കേട്ടോ. ഏതാ? അതർവൈസ്. ഇനി you had better dash that music down before your dad gets angry. You had better dash that music down before your dad gets angry. ഏതാ? ഓപ്ഷൻ ഡി ആണ്, ടേൺ. ഓപ്ഷൻ ഡി ആണ്, ടേൺ. 68ാമത്തെ ചോദ്യം. ടേക്സ് ആഫ്റ്റർ ഹെർ ഫാദർ. ഷീ ടേക്സ് ആഫ്റ്റർ ഹെർ ഫാദർ. ദ ഫ്രേസൽ വേർബ് ടേക്സ് ആഫ്റ്റർ ഇൻ ദ ഗിവൺ സെന്റൻസ് മീൻസ്. ടേക്ക് ആഫ്റ്റർ എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്താ? ഓപ്ഷൻ എ ആണ്, റിസംബിൾസ്. എന്താ? റിസംബിൾസ് ആണ്. ഇനി 50ാമത്തെ ചോദ്യം. ഐ റൈറ്റ് ഡാഷ് എവറി ഡേ. ഐ റൈറ്റ് ഡാഷ് എവറി ഡേ. എന്താ? ഡയറി അല്ലെ? ഓപ്ഷൻ ബി ആണ്, ഡയറിന്റെ സ്പെല്ലിംഗ് ഓപ്ഷൻ ബി ആണ്. ദ സിനോണിം ഓഫ് സീസ്. ഇത് PYക്കോട്ടെ, ഇത് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്, സ്റ്റോപ്പ് കേട്ടോ. സ്റ്റോപ്പ് ആണ്. ഇനി 10 മലയാളം കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി മലയാളമാണ്. പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാളം എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനസാന്നിധ്യം അല്ലെ? മനസാന്നിധ്യമാണ്. ഇനി ഒറ്റപ്പദം എഴുതുക. ജനകന്റെ മകൾ എന്താ? ജാനകി. ഓപ്ഷൻ ഡി ആണ്, ജാനകി. ഇനി അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അരയും തലയും മുറുക്കുക എന്നെന്താ? തയ്യാറാവുക കേട്ടോ. തയ്യാറാവുക. ഇനി ശരിയായ പദം യഥേഷ്ടം എന്നെങ്ങനെ എഴുതാം? യഥേഷ്ടം എന്നെങ്ങനെയാ എഴുതാം? യഥേഷ്ടം എങ്ങനെയാ യഥേഷ്ടം എന്ന് എഴുതാ? ഓപ്ഷൻ എ ആട്ടോ. ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നതിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാ? പവനൻ, മാരുരൻ, അനിലനൊക്കെ എന്താണ്? കാറ്റിന്റെ പര്യായമാണ്. അനലൻ എന്തല്ല? പര്യായ പദമല്ല. ഇനി ചേർത്ത് എഴുതുക. സത് അധികം ജനം എന്താ? സജ്ജനം അല്ലെ? എന്താ? സജ്ജനമാണ്. ഓപ്ഷൻ ഡി ആണ്, സജ്ജനമാണ്. ഇനി വിപരീത പദം എഴുതുക. ഉഗ്രം എന്നതിന്റെ വിപരീത പദം എന്താ? ഉഗ്രം ശാന്തമാണ്. ഇനി പിരിച്ചെഴുതുക. നെന്മണി എന്നുള്ളത് എങ്ങനെയാ പിരിച്ചെഴുതുക? നെന്മണി എന്നുള്ളത് എങ്ങനെയാ പിരിച്ചെഴുതിയാൽ? നെന്മണി എന്നുള്ളത് പിരിച്ചെഴുതിയാൽ നെൽ അധികം മണിയാട്ടോ. ഏതാ? നെൽ അധികം മണിയാണ്. ഇനി കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏതാണ്? കാലുകൾ എന്നത് എന്താണ്?
എന്താ കാലുകൾ എന്നത് എന്താ ഒരു അലിംഗ ബഹുവചനമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് അലിംഗ ബഹുവചനമാണ്. ഇനി ലേഖകൻ എന്നതിന്റെ സ്ത്രീലിംഗ പദം എന്താ? ലേഖകൻ എന്നതിന്റെ സ്ത്രീലിംഗ പദം ലേഖകൻ എന്താ? ലേഖകൻ ലേഖിക. ഓപ്ഷൻ സി ആണ് ലേഖിക അല്ലെ. സ്ത്രീലിംഗ പദം ലേഖകൻ ലേഖിക.